ഇതുപോലത്തെ ഒരു നിയമം വരുമ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് തലത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ലോക്കൽ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും സാധാരണക്കാർക്ക് അവരുടെ ജീവിതവും അവരുടെ ജീവിത മാർഗങ്ങളും അതിന് നഷ്ടം വരാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിന് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സഭയായിട്ട് സമൂഹമായിട്ട് എപ്പോഴും ഇരകളുടെ കൂടെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുക. അവർ നടത്തുന്ന സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, മറിച്ച് ഇന്ത്യ മുഴുവനും ഒരുപക്ഷെ വരാകുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇതുപോലത്തെ ഒരു നിയമം മറ്റ് പല മതങ്ങളും ഇതേപോലത്തെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാൽ അവിടെയും ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരാം. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് പഠിച്ച് അതിന് ഭേദഗതികൾ വരുത്തണമെങ്കിൽ അത് കൊണ്ടുവന്ന് സാധാരണ ജനങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം അത് എല്ലാവരുടെയും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷകൾ ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സമരത്തിലിരിക്കുന്നവർക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.